ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയെയും ഐശ്വര്യയും അമൃതയുമാണ്. നിങ്ങൾ എവിടേക്കെങ്കിലും യാത്ര പോവുകയാണോ എന്ന് അമൃത ചോദിക്കുമ്പോൾ ശ്യാമയുടെ ഓഡീഷനെ കുറിച്ച് പറയുകയാണ് അഖിൽ. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. തുടർന്ന് അമൃത പറയുകയാണ്, മോൾക്ക് പറ്റിയ ഡ്രസ്സൊന്നും വീട്ടിലില്ല, അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് മേടിക്കാൻ വന്നതാ ഞങ്ങൾ. പിന്നെ മോള് വീട്ടിലെത്തിയ വിവരമെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ എന്ന് അമൃത ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവർ അന്നേരം അറിയുന്നുണ്ടല്ലോ, എല്ലാം അരുൺ വിളിച്ചറിയിക്കുന്നുണ്ടാകും. എനിക്ക് ഇവരുടെ കൂടെ വരാൻ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പിന്നെ അരുൺ എങ്ങനെയെങ്കിലും ഈ കൊച്ചിൻ്റെ അടുത്ത് എത്തിയാലോ എന്ന് കരുതിയാ വന്നത്. ഇത് കേൾക്കുന്ന ശ്രീകുട്ടി വിഷമത്തോടെ നിൽക്കുമ്പോൾ ശ്രീകുട്ടിയെ തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കുകയാണ് അശ്വതി. തുടർന്ന് ഐശ്വര്യ പുറത്തേക്ക് പോകുമ്പോൾ അശ്വതി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇത് കാണുന്ന അമൃത സൈസ് നോക്കണമെന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. തുടർന്ന് അഖിൽ മനസ്സിൽ പറയുകയാണ്, ഐശ്വര്യടത്തി അശ്വതി ചേച്ചിയെ തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം പോലീസിനെ അറിയിക്കും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ അഖിൽ മനസ്സിൽ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ വസുന്ധരയെ വിളിച്ച് അഖിലിനെയും ശ്യാമയെയും തുണിക്കടയിൽ കണ്ട കാര്യം പറയുന്നതാണ്. അപ്പോൾ ശ്യാമ ഓഡിഷനിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പാണല്ലേ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഞാൻ അമ്മയ്ക്ക് വാക്ക് തന്നതല്ലേ എന്നും അതുകൊണ്ട് എങ്ങനെയും ഞാനത് തടഞ്ഞിരിക്കുമെന്നും ഐശ്വര്യ പറയുന്നു. ഇനി ഈ അവസാന നിമിഷത്തിൽ നീ എന്ത് ചെയ്യാനാണെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അവസാന നിമിഷം അവർ എൻ്റെ മുന്നിലല്ലേ വന്ന് ചാടിയത്. അമ്മയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഇവരുടെ യാത്ര ഞാൻ ഇപ്പോൾ തന്നെ മുടക്കുമെന്ന് ഐശ്വര്യ പറയുന്നു. ഐശ്വര്യ നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യം പറയാൻ വസുന്ധര പറയുമ്പോൾ അമ്മ ആദ്യം പെർമിഷൻ തരാനും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാമെന്നും ഐശ്വര്യ പറയുന്നു. ആ ശരി, നീ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്. ഇന്നെന്താണെങ്കിലും ശ്യാമ ഓഡിഷനിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും വസുന്ധര പറയുന്നു. ഓക്കെ അമ്മേ, ഞാനിപ്പോൾ തന്നെ വേണ്ടതുപോലെ ചെയ്തോളാമെന്ന് പറഞ്ഞ് ഐശ്വര്യ കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ഐശ്വര്യ തൻ്റെ ആളുകളെ വിളിച്ച് മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് വരാൻ പറയുന്നു. എടി ശ്യാമേ, നീ എന്താണെങ്കിലും ഇന്ന് ഓഡിഷനിൽ പങ്കെടുക്കില്ല ഐശ്വര്യ ഈ പറയുന്നതെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു. ശ്യാമ കുഞ്ഞിനെ അശ്വതിയെ കാണിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്നാൽ അതിനൊന്നും സാധിക്കുന്നില്ല. തുടർന്ന് അവരോട് യാത്ര പറഞ്ഞ് ഐശ്വര്യയും അമൃതയും ശ്രീകുട്ടിയും കൂടി അവിടെ നിന്ന് പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അശ്വതി. പിന്നീട് കാണിക്കുന്നത് കാറിൻ്റെ അടുത്തെത്തുന്ന ഐശ്വര്യ അമൃതയോട് പറയുകയാണ്, ഏട്ടത്തി എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോകണം. ഏട്ടത്തി മോളുമായിട്ട് ഓട്ടോയിൽ പോകില്ലേ? നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ നീ പോയിക്കോ, ഞങ്ങൾ ഓട്ടോയിൽ പോയിക്കോളാമെന്ന് അമൃതയും പറയുന്നു. അങ്ങനെ അവർ പോയതിനു ശേഷം ഐശ്വര്യ തൻ്റെ ആളെ വിളിക്കുകയും ശ്യാമ ഇപ്പോൾ കടയുടെ പുറത്തേക്ക് ഇറങ്ങി വരും, അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകല്ല്, അങ്ങനെ ആയിരിക്കണം നീ ഇടിക്കുന്നത്, അതൊക്കെ ഞാൻ ഏറ്റെന്ന് അയാൾ പറയുന്നു. അതേസമയം അഖിലും ശ്യാമയും കൂടി കടയുടെ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ അഖിൽ ക്രോസ് ചെയ്യുമ്പോൾ അഖിലിന്റെ പിന്നാലെ ശ്യാമയും റോഡ് ക്രോസ് ചെയ്യുന്നു. അതേസമയം അതിലെ വരുന്ന ഐശ്വര്യയുടെ ആള് ശ്യാമയെ ഇടിക്കുകയാണ്. ശ്യാമയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകുന്നില്ല. തുടർന്ന് അഖിൽ ശ്യാമയെ താങ്ങി പിടിച്ചുകൊണ്ട് ഓട്ടോയിലേക്ക് കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എടി ശ്യാമേ, നിന്റെ കാലം കഴിഞ്ഞു, നിനക്ക് എന്താണെങ്കിലും ആ ഓഡിഷനിൽ പങ്കെടുക്കാനേ സാധിക്കില്ലെന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഓഡിഷൻ നടക്കുന്നതാണ്. ലാസ്റ്റ് കണ്ടസ്റ്റൻ്റായ ശ്യാമ ഇതുവരെ വന്നിട്ടില്ലെന്ന് ആങ്കർ പറയുമ്പോൾ എങ്കിൽ ക്യാൻസൽ ചെയ്തേക്കാൻ അവിടെയുള്ള ഒരാൾ പറയുകയാണ്. തുടർന്ന് GK പറയുകയാണ്, സാർ അവർക്കെന്തോ ആക്സിഡൻ്റ് ആയതാ, അവർ ഇപ്പോൾ വരും, എന്താണെങ്കിലും സാറ് പറഞ്ഞതല്ലേ അല്പനേരം കൂടി കാത്തിരിക്കാമെന്ന് അയാളും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ശ്യാമയുടെ കയ്യിലും കാലിലും ബാൻഡേജ് ചുറ്റിയിരിക്കുകയാണ്. സാർ എന്നെക്കൊണ്ട് എഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നില്ല, ഞാൻ എങ്ങനെ ഓഡിഷനിൽ പങ്കെടുക്കാനാണെന്ന് ശ്യാമ ചോദിക്കുന്നു. എടോ, ഇതെല്ലാം ദൈവത്തിൻ്റെ ഓരോരോ പരീക്ഷണങ്ങളാണ്, പരീക്ഷണങ്ങളിലൊന്നും നമ്മൾ തളർന്നു പോകാനേ പാടില്ലെന്ന് അഖിൽ പറയുന്നു. ശ്യാമ എന്താണെങ്കിലും ഇന്ന് പാടും, സെലക്ഷൻ കിട്ടുകയും ചെയ്യും, ഞാനാ പറയുന്നത്. വരാൻ പോകുന്ന വലിയൊരു വിജയത്തിനു വേണ്ടി താൻ അല്പം വേദനയൊക്കെ സഹിക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് അഖിൽ ശ്യാമയും താങ്ങി പിടിച്ചുകൊണ്ട് ഓഡിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഓഡിഷൻ നടക്കുന്ന സ്ഥലമാണ്. ഇനിയും ആർക്കു വേണ്ടിയും കാത്തിരിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ജഡ്ജസ് എഴുന്നേറ്റ് പോകാനൊരുങ്ങുമ്പോൾ അഖിലും ശ്യാമയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. അഖില് ശ്യാമയ്ക്ക് വേണ്ടി എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. പറഞ്ഞു നിൽക്കാനൊന്നും സമയമില്ല, നമുക്ക് ഓഡിഷൻ നടത്താമെന്ന് അവിടെയുള്ള ഒരാൾ പറയുമ്പോൾ ശ്യാമയ്ക്ക് ആങ്കർ മൈക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അഖില് സന്തോഷത്തോടെ ശ്യാമയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.